long Christmas holiday coming up? Yes, I do, Kanan. Well, we don't know anything about Christmas. Wait, Anona. We will ask that uncle over there about Christmas. Maybe he can tell us the story. Uncle, can you please tell us the story of Christmas? കനാൻ അനോന എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? ഞാൻ അത്യാവശ്യമായിട്ടേ പള്ളിയിലൊരു ക്രിസ്മസ് കരോളുണ്ട്, അതിനുവേണ്ടി പോവുകയായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ പള്ളിയിൽ വരുന്ന പിലിപ്പച്ചനെ അറിയാമോ? ആ അപ്പച്ചന് ഒത്തിരി കഥകളറിയാം, പാട്ടുകളറിയാം. ഓക്കെ, നമുക്ക് ആ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകാം. വാ. എബി അങ്കിളെ, ആ അപ്പച്ചൻ എത്ര വയസ്സുണ്ട്? അപ്പച്ചന് 90-95 വയസ്സൊക്കെ കാണും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുകയല്ലേ, നമുക്ക് നേരിട്ട് അപ്പച്ചനോട് ചോദിക്കാം. ഫിലിപ്പങ്കിളേ. ആരാടാ അത്? എബി ആണോടാ? ഒത്തിരി നാളായല്ലോടാ ഈ വഴിയൊക്കെ വന്നിട്ട്. ആരാടാ കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളത്? ഫിലിപ്പങ്കിളെ, ഇത് നമ്മുടെ പള്ളിയിൽ വരുന്ന അനോനയും കനാനുമാണ്. ഇച്ചിരി കുസൃതികളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല കുട്ടികളാണ്. ഫിലിപ്പങ്കിളിനെ ഇപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്താടാ മക്കളെ, പഴയ പോലൊന്നും ഇപ്പോൾ വയ്യാടാ, കാലും കൈക്കും ഒക്കെ വേദനയാ. ഇവർക്ക് ക്രിസ്മസിനെ പറ്റിയുള്ള കഥകളും പാട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എനിക്ക് പണ്ട് പറഞ്ഞു വന്നതുപോലെ എനിക്ക് അത്യാവശ്യമായിട്ട് പള്ളി വരെ പോകണേ, വൈകിട്ടത്തെ കരോൾ പ്രാക്ടീസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞാൻ ഇവരെ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഓക്കെ, ബൈ. Appacha, can you please tell us about the Christmas stories? മക്കളെ, ജീസസിൻ്റെ ബർത്തും അത് ഒന്നും ഒരു സ്റ്റോറിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ ജീവിക്കുന്ന വചനമാണ്. നമ്മുടെ ഹോളി ബൈബിളിൽ അതിനെപ്പറ്റി വളരെയേറെ പരാമർശിച്ചിട്ടുണ്ട്. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 വായിക്കണം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അപ്പച്ച, നമ്മൾ എന്തിനാ ക്രിസ്മസിന് സ്റ്റാർ ഇടുന്നേ? കുഞ്ഞുങ്ങളെ, ക്രിസ്മസിൽ നമ്മൾ സ്റ്റാർ ഇടുന്നത് അത് ബേത്ലഹേമിലേക്കുള്ള വഴി, അത് റോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാർ ഇടുന്നത്. അത് കൂടാതെ നമ്മുടെ 3 കിങ്സ് ഇല്ലേ, അവർക്ക് ഒരു വേ കാട്ടിക്കൊടുത്തില്ലേ, ഇങ്ങനെ ജീസസിൻ്റെ ബർത്തിൽ ഒരു സ്റ്റാർ അല്ലായിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാറിനെ നമ്മളത് ബേത്ലഹേമിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ക്രിസ്മസിൽ നമ്മളെല്ലാവരും സ്റ്റാർ ഹാങ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പച്ച സാന്താക്ലോസ് എന്തിനാ ക്രിസ്മസ് എന്ന് പറയുന്നേ? മക്കളെ, നിങ്ങൾക്കറിയാമോ, സാന്താക്ലോസും ബൈബിളും ക്രിസ്ത്യാനിറ്റിയുമായി യാതൊരു റിലേഷനും ഇല്ല. പക്ഷേ എന്നാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഞാൻ പറയട്ടെ ഇതിൻ്റെ റിലേഷൻ എന്താണെന്ന്. AD 4-ാം നൂറ്റാണ്ടിൽ നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ല തണുപ്പുള്ള ക്രിസ്മസ് ടൈമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ലോട്ട്സ് ഓഫ് ഗിഫ്റ്റ്സുകൾ കൊണ്ട് തരുമായിരുന്നു. മനസ്സിലായോ? അത് പിന്നീട് ക്രിസ്മസ് ടൈമും സാന്താക്ലോസിനെയും എല്ലാം ലിങ്ക് ചെയ്ത് നമ്മൾ ആചരിച്ചു. ക്രിസ്മസ് ടൈമിൽ സാന്താക്ലോസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ബൈബിളിൽ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. Okay, Appacha, can we see the Santa and the Holy Family here?
തീർച്ചയായും മക്കളെ, ഇന്ന് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, DMA. അതിൽ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അതിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ സാന്താക്ലോസ് അപ്പൂപ്പനുണ്ട്, പിന്നെ ഹോളി ഫാമിലി ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഡോർസെറ്റിൽ വെരി ഫേമസ് ഒരു കരോൾ സിംഗിങ് ട്രൂപ്പുണ്ട്, ടീം എഫ്രൈം. അവരിന്ന് കരോൾ ഗാനമുണ്ട്, അവരുടെ ഉണ്ട്. നിങ്ങൾ അതും പോയി കാണണം, മനസ്സിലായോ? കൊല്ലത്തെ DMA കരോളിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചവരാണ് അവര്. അപ്പച്ച, can we go together? അയ്യോ മക്കളെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നൊരു GP അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് കരോളിന് പോകാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ആ പോസ്റ്റ് കോഡ് തരാം. ആ പോസ്റ്റ് കോഡ് കൊണ്ട് ഡാഡിയുടെ കൊടുക്കണം. ഓക്കെ, ഡാഡി വിൽ ടേക്ക് യു ഗൈസ് ദർ. എന്നിട്ട് അപ്പച്ചനോട് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു കരോള്, ക്രിസ്മസ് ഈവ് എല്ലാം അപ്പച്ചനോട് വന്ന് പറയണം കേട്ടോ. ഓക്കെ. അങ്ങനെ ഫിലിപ്പപ്പച്ചൻ പറഞ്ഞതുപോലെ ഖനാനും അനോനയും DMAയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി കാണാൻ പോയി. Silent night, holy night, shepherds quake at the sight, glory stream from heaven afar. Heavenly hosts sing Alleluia. Christ the Savior is born. Christ the Savior is born. Silent night, holy night. അനോന നോക്ക്, ഹോളി ഫാമിലി കണ്ടോ? താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു, അവർ ബേതലേം തന്നിൽ വന്നു. തേജസ്സു മുന്നിൽ കണ്ടു, അവർ ബേതലേം തന്നിൽ വന്നു. Ooh, free king! മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ. ടീം എഫ്രൈമിൻ്റെ നേറ്റിവിറ്റി സ്കിറ്റിൽ പങ്കെടുത്തവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. മിക്സിംഗ് ആൻഡ് എഡിറ്റിംഗ് ആർവിൻ P. അനീഷ്. ആർട്ടിസ്റ്റിക് പ്രോപ്സ് എബി ജോയ് ആൻഡ് ആഷ്ലിൻ ഹന്ന അനീഷ്. വോയിസ് ഓവർ എബി, അനീഷ്, അനോന, ഖനാൻ, ആൻമിയ, ആഷ്ലിൻ, റോഷൻ ആൻഡ് ഷെറിൻ. കിങ്സ് വിനോയ്, ജിബിൻ ആൻഡ് അനൂപ്. മേരി, മറിയം ജിബിൻ. ജോസഫ്, കെവിൻ. ഏഞ്ചൽ, ആൻമി. സാന്താക്ലോസ്, മെറിൻസ് ആൻഡ്രൂസ്. Choir Masters, Rindu Alex and Arvin Anish. Carol team members, Rindu, Vinoy, Ebi, Anish, Jibin, Anoop, Arvin, Linda, Bobby, Hannah, Anita, Sherin, Ashlyn, Tiji and
Roshan. Concept, story and direction, Anish P. Titus. A Team F-Frame production in association with Orange Creative Advertising, Dubai and UK. ജനസംഖ്യ കണക്കെടുപ്പിനായി ജോസഫും മേരിയും നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്താണ് അവർക്ക് അഭയമായത്. യേശുക്രിസ്തു അവിടെ ജനിക്കുകയും ഒരു പുൽത്തൊട്ടിയിൽ കിടത്തുകയും ചെയ്തു. ദൂതന്മാർ യേശുവിനെ എല്ലാ മനുഷ്യർക്കും ലോകരക്ഷകനായി പ്രഖ്യാപിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ച യേശുവിന് സമ്മാനങ്ങൾ നൽകാൻ 3 രാജാക്കന്മാർ ഒരു നക്ഷത്രത്തെ പിന്തുടർന്നെത്തുകയും മൂരും പൊന്നും കുന്തിരിക്കവും കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ജനനത്തിൻ്റെ സന്തോഷവും ഭക്തിയും വിസ്മയിപ്പിക്കുന്ന ക്രിസ്മസ് ദിനം സ്നേഹത്തിൻ്റെയും ദയയുടെയും ദാനത്തിൻ്റെയും പ്രതീകമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കഥ പറയുന്നതിനൊപ്പം ജനനത്തിന് ചുറ്റും എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനുള്ള ഒരു മാർഗമായതിനാലാണ് ക്രിസ്മസ് കരോളുകൾ പാടുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നു. അങ്ങനെയുള്ള ഒരു കരോൾ ഗാനം കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ടീം എഫ്രൈം അവതരിപ്പിക്കുന്നു.
എന്തൊക്കെയാ വിശേഷങ്ങളെന്ന്? Only now have we realized the right meaning of Christmas. Thank you